ഇത് കണ്ടോ, ഇവൻ ആള് വ്യാജന. ഞാൻ അറസ്റ്റ് ചെയ്തു. വ്യാജകുറ്റത്തിന് കേസെടുക്കുമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്ത് നിങ്ങളെയാ. എന്നെയോ? എന്തിന്? പ്രേമം നടിച്ച് എന്നെ കബളിപ്പിച്ചതിന്. നിങ്ങളൊരു വഞ്ചകനാ, വ്യാജ കാമുകൻ. എനിക്കൊന്നും കേൾക്കണ്ട. ഇതൊന്ന് വായിച്ചു നോക്കി. കൊടിമരത്തിലെ ഉണ്ണിയും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു പെണ്ണിനെ സ്നേഹിക്കുക, വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുക്കുക, ഇനിയൊരുക്കെട്ടാണ് ഒരുക്കം നടത്തുക. നിങ്ങൾ ആരാ? ശ്രീകൃഷ്ണന്റെ അവതാരോ? എനിക്കിതുവരെ കാര്യം വേണ്ട. ദുഷ്ടൻ, വഞ്ചകൻ, നീചൻ. സാറേ, ആ പെങ്കൊച്ച് പറഞ്ഞ് ശരിയല്ലേ? എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം സാറിനുണ്ടോ? മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇല്ല, ഞാൻ വ്യാജ ഡോക്ടറാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. സാറ് വ്യാജ കാമുകനും. നമ്മൾ ഒരുപോലെ തുല്യ വെയിറ്റാ. എന്ത് പറയാനാ, ജീവിക്കാൻ വേണ്ടി പല വേഷം കെട്ടുക അല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ കാമുകിയല്ല, പോലീസ് കോൺസ്റ്റബിൾ എൽസമ്മ മാത്യു ആണ്. സത്യത്തിന് നീതിക്ക് മാത്രമേ ഇപ്പൊ സ്ഥാനമുള്ളൂ. നിങ്ങളൊരു ആട്ടിൻ തോലിട്ട് ചെന്നൈയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒടിയന്റെ മുമ്പിൽ മായം തിരിയെ ഒരു പോലീസുകാരന്റെ വേഷം കെട്ടി ഞങ്ങളെ കളിപ്പിക്കേ. ഞാനായിട്ട് കെട്ടിയതല്ല, നാട്ടുകാരെന്നെ കൊണ്ട് കെട്ടിച്ചതാ. ന്യായീകരണം ഒന്നും വേണ്ട. നീ എന്ത് കണ്ടിട്ടാ ആ വ്യാജ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത്? ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതിയോ? എടോ വ്യാജ പോലീസേ, തന്റെ വേഷം ഇനി നടക്കില്ല. കമോൺ. എന്നെ രക്ഷിക്കാത്ത ഗവൺമെന്റിന് എന്നെ ശിക്ഷിക്കാനും അധികാരമില്ല. ഇല്ല, ഞാൻ പിടിതരില്ല. നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. സാർ, നിനക്ക് ഈ നാട് വിട്ടു പോകാമോ? ഞാൻ കേസെടുക്കുന്നില്ല. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ നിന്നെ ഞാൻ വെറുതെ വിടുക. പക്ഷെ മേലിൽ ഈ പരിസരം കണ്ടുപോകരുത്. സാർ, ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനമാറ്റം ഉണ്ടാവാൻ? തനിക്ക് അപ്പം നിന്നാ പോലെ കുഴിയല്ലോ. തന്നെ വെറുതെ വിടണമെന്ന് തോന്നി വിട്ടു. വേണ്ട സാർ, കംപ്ലൈന്റ് ആയ സാറിന്റെ പണി പോവും. മാത്രമല്ല, ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ നമ്മൾ തമ്മിൽ ഒരു അടുപ്പില്ല. താനെന്നെ നന്നായി കണ്ട. എന്റെ സ്വൈര്യം കെടുത്താതെ കടന്നു പോകുന്നതല്ലോ. സാർ, കടന്നു പോകാൻ. അയ്യോ, തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വയ്ക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടലുള്ളമാർക്കേ പറ്റൂ. ശങ്കര, ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര. സ്വാമി, ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കെ അല്ലേ ശങ്കര? വിൽക്കാനല്ലേ അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടുകൂടും. സ്വാമി, ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാൻ ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കി ഒഴിയിട്ട് തരി. നാലെണ്ണെങ്കിൽ നാലെണ്ണ വായുഗുളിയെ വാങ്ങിക്കാവല്ലേ. പേപ്പട്ടിയെ കടിച്ചു മരിച്ചു. പട്ടിയെ കടിച്ചു മരിച്ചോ? അയ്യോ അല്ല, പേപ്പട്ടി കടിച്ചു മരിച്ചു. ഓ, നല്ല പുത്രൻ. വേറെ വായിക്കടാ. കുവൈറ്റിൽ നിന്നും എണ്ണ ലഭിക്കില്ല. വേണ്ടടാ,
ആർക്ക് വേണം അവന്റെ എണ്ണ? നമുക്ക് പാമോയിൽ കിട്ടിയാ പോരടാ. നമുക്കേ ഒരു മിനിറ്റ്. അമ്മച്ചി, ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ നമ്മുടെ അയ്യപ്പൻ നായർ ആനയെ ജപ്തി ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് കിട്ടി. ലോൺ അടക്കണ്ടെന്ന് ഒരു ഉദ്ദേശവും ഇല്ല, അടക്കണം തന്നെയാ. പിന്നെ എന്താ, കുറച്ച് ദിവസം വേണം, ഒരു 4-5 ദിവസം ഈ പാവത്തിന് വേണം. ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതല്ലേ. അമ്മച്ചിക്ക് അത് മനസ്സിലാകും. ഉള്ള കാര്യം പറയാമല്ലോ. അമ്മച്ചിയുടെ മോനാണ് തഹസീൽദാരെങ്കിലും അമ്മച്ചിയുടെ ദയയും സഹാനുഭൂതിയും കൈപ്പുണ്യൊന്നും അമ്മച്ചിയുടെ മോന് കിട്ടിയിട്ടില്ല. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. വേറൊന്നും പറയരുത്, അമ്മച്ചി ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്റെ മക്കളെ. ഒന്നും മോഹിച്ചിട്ടല്ല. ഈ കാശ് ഞാൻ വാങ്ങണത് നിങ്ങളുടെ ഒരു ധൈര്യത്തിനാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കയ്യിൽ കാശുള്ളവർ സർക്കാരിൽ നിന്ന് കടം മേടിക്കുവോ? ഇല്ല. അവനൊരു നോട്ടീസ് അയച്ചാ മതി, മറ്റുള്ളവർ വിഷം അറിയണ്ടല്ലോ. ഇതൊക്കെ മോളി ചെല്ലുമ്പോ എണ്ണി എണ്ണി ചോദിക്കും. മേലാൽ ഇത്രയും ശുപാർശയായിട്ട് എന്റെ മുമ്പിൽ വന്നു പോരുത്. സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അണ്ടർസ്റ്റാൻഡ്? പൊയ്ക്കോ. ഇത്രയും നാളായിട്ട് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂസ്ലെസ്. കാശ് അമ്മച്ചിയുടെ കൊടുത്ത വിവരം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. പിന്നെ ചേട്ടൻ നിങ്ങളുടെ മുമ്പ് ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കില്ല. ചിലപ്പോ ചൂടായെന്നും ഇരിക്കും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ആ, ഒരു കാര്യം, ചേട്ടൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. അതിന്റെ അർത്ഥം എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്നാണ്. ആ, എന്താ, നോട്ടീസ് കിട്ടിയില്ലേ? ഓ സാർ, കിട്ടി. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് തന്ന ആന എന്റെ തറവാട്ട് വകയൊന്നുമല്ല, അത് സർക്കാരിന്റെ വകയാ. എത്രയും പെട്ടെന്ന് കാശ് അടച്ചില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ജപ്തി ചെയ്തോളൂ. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ.